മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ ഒന്നിനും അധികം കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നുപോകും. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ഭക്തരെ, ഏത് അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ തകർത്തെറിയാൻ കഴിയില്ല. പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷകളുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കാം, പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. ചിന്തകൾ നല്ലതായിരിക്കണം, കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടിന് ചികിത്സയില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല. അത്യാഗ്രഹം മനുഷ്യരെ എന്നേക്കും ദരിദ്രനാക്കുന്നു. ഈ ലോകത്തിൻ്റെ സമൃദ്ധിക്ക് പോലും അവരെ സമ്പന്നരാക്കാൻ കഴിയില്ല. ഭക്തരെ, മനസ്സ് ഒരു ചേമ്പില പോലെയാകണം. വന്നു ചേരുന്നതിനെയെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴികൾ സ്വീകരിക്കരുത്. ദീർഘമായ വഴികളിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുക. ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ രോഗിയാണ്. പണം ദഹിച്ചില്ലെങ്കിൽ അഹങ്കാരിയാണ്. നിന്ദ ദഹിച്ചില്ലെങ്കിൽ പകയാണ്. വാക്കുകൾ ദഹിച്ചില്ലെങ്കിൽ കലഹമാകും. ദുഃഖം ദഹിച്ചില്ലെങ്കിൽ നിരാശയാകും. സുഖം ദഹിച്ചില്ലെങ്കിൽ കുറ്റവാളിയാകും. പ്രശംസകൾ ദഹിച്ചില്ലെങ്കിൽ അന്തർമുഖനാകും. ദേഷ്യം ദഹിച്ചില്ലെങ്കിൽ അക്രമിയാകും. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. എന്നാൽ കണ്ണു നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. ചില മനുഷ്യർ അവരുടെ വലിയ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ചെറിയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് വാദിക്കാൻ മികച്ച കഴിവുള്ളവരായിരിക്കും. ഹൃദയത്തിൽ ഉള്ള മനുഷ്യർ തന്നെ തള്ളിപ്പറയുമ്പോഴാണ് പലപ്പോഴും പലർക്കും ഹൃദയം തകർന്നു പോകുന്നത്. നിറം മാറിയ ഇലകളെ മരങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ നിറം മങ്ങിയ ബന്ധങ്ങളെ തേടി അലയുന്നത്? സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളുമുണ്ടാകും. ഭക്തരെ, എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഭക്തരെ, നിങ്ങളെ കരയിപ്പിച്ചവർക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കാനും നിങ്ങളെ പരിഹസിച്ചവർക്ക് മുന്നിൽ അന്തസ്സായി ജീവിക്കാനുമുള്ള ധൈര്യം കാണിക്കുക. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുക. അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കും. കുറ്റപ്പെടുത്തലുകൾ
നിങ്ങളെ ശക്തരാക്കും. ഒരു മനുഷ്യൻ ഒരു വായയും 2 ചെവികളുമായിട്ടാണ് ജനിക്കുന്നത്. അതിനാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുക. തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.